ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. കൃപയാൽ മിനിസ്റ്ററിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം. യെശയ്യാവ് 40 അധ്യായത്തിൻ്റെ 29-30 വചനം. യെശയ്യാവ് 40-29-30. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോവും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഒരു വാഗ്ദത്തമാണിത്. ഹല്ലേലൂയ. പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? തളർന്നു പോയവരായിരിക്കും എന്നെ കേൾക്കുന്നവർ. ഹല്ലേലൂയ. നിങ്ങളുടെ ബലമെല്ലാം ക്ഷീണിച്ചുകൊണ്ട് നിങ്ങൾ സ്തോത്രം തളർന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണോ എന്നെ കേൾക്കുന്നത്? എങ്കിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് വചനത്തിലൂടെയാണ്. സ്തോത്രം. ഈ വചനം നമ്മളെ എന്ത് ചെയ്യുന്നു? ബലപ്പെടുത്തുന്നു. ഈ വചനം നമ്മൾ എന്താണ്? നീ ക്ഷീണിച്ചിരിക്കുവാണെങ്കിൽ സ്തോത്രം, നിനക്ക് ശക്തി നൽകുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നീ ക്ഷീണിച്ച് ഇനി എനിക്ക് മുമ്പോട്ട് പോകുവാൻ വഴിയില്ല. സ്തോത്രം. എനിക്ക് മുമ്പോട്ട് നടക്കുവാൻ തീരെ വയ്യ. സ്തോത്രം. ഹല്ലേലൂയ. നീ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ സ്തോത്രം, ഒരിക്കലും നശിച്ചു പോകാത്ത സ്തോത്രം, ഒരിക്കലും നീ ക്ഷീണിച്ചു പോകാതെ വണ്ണം നിന്റെ ബലത്തെ വർദ്ധിപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാം, ബലമില്ലാത്തവൻ അവൻ എന്ത് ചെയ്യും? ബലം വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. ഈ നാളുകളിൽ നിനക്കൊരു കാര്യങ്ങൾ ചെയ്യുക, നിന്റെ ജോലിപരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിന്റെ വിദ്യാഭ്യാസമായിട്ടായിരിക്കാം. എത്ര പഠിച്ചിട്ട് നിനക്കൊരു നല്ലൊരു ഉന്നത വിജയം നേടാത്ത ഏതെങ്കിലും വ്യക്തി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എത്ര ജോലി ചെയ്തിട്ടും വേണ്ടത്ര സംതൃപ്തി ലഭിക്കാതെ വണ്ണം സ്തോത്രം, നല്ലൊരു ജോലി ലഭിക്കാതെ വണ്ണം ഹല്ലേലൂയ ഭാരപ്പെടുന്നവരാണോ നിങ്ങൾ? സ്തോത്രം. ഹല്ലേലൂയ. ഒരു രീതിയിൽ ഒരു സന്തോഷമില്ലാതെ വണ്ണം ആയിരിക്കുന്നവരാണോ? നിങ്ങളുടെ മനസ്സിന് ബലമില്ലാത്തവരാണോ? എങ്കിൽ നമ്മളെ നോക്കിക്കൊണ്ട് ദൈവം പറയുകയാണ്, നിനക്ക് ബലമില്ലയോ? സ്തോത്രം, ഞാൻ നിനക്ക് ബലം നൽകുന്ന ദൈവമാണ്. നിന്നെ ഇനിയും സ്തോത്രം മുമ്പോട്ട് നടത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുന്ന എന്താണ്? അവൻ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ സ്തോത്ര ക്ഷീണിപ്പിച്ച അവകാശത്തെയും പോഷിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. അതിൻ്റെ തന്നെ 28 നമ്മൾ ഇപ്രകാരം പറയുന്നുണ്ട്. എന്താണ്? കർത്താവിനെ കുറിച്ച് അവിടെ പറയണം. അവൻ എന്ത് ചെയ്യുന്നില്ല? ക്ഷീണിക്കുന്നില്ല. യഹോവ നിത്യദൈവം, അവന് ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെയാണ്. അവന് ക്ഷീണിക്കുന്നില്ല. സ്തോത്രം. തളർന്നു പോകുന്നതുമില്ല. അപ്പം നമ്മൾ ആരാധിക്കുന്ന ദൈവം എന്ത് ചെയ്യുന്നില്ല? ക്ഷീണിക്കാത്ത ദൈവമാണ്. അവൻ തളർന്നു പോകാത്ത ദൈവമാണ്. സ്തോത്രം. അതുപോലെ കർത്താവിൻ്റെ ബുദ്ധിയെക്കുറിച്ച് അവിടെ പറഞ്ഞോളൂ. അവൻ്റെ ബുദ്ധി അപ്രമേയമത്ര. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, ഹല്ലേലൂയ. നീ നിന്റെ ബുദ്ധി കൊണ്ട് തളർന്നിരിക്കുകയാണോ? നിനക്ക് എത്ര ഓടിയിട്ട് സ്തോത്രം, നിന്റെ ബുദ്ധി കൊണ്ട് നീ ഇത്രയും നാൾ ഓടിയിട്ട് നീ ക്ഷീണിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണോ? തളർന്നിരിക്കുന്ന അവസ്ഥയാണോ? എങ്കിൽ സ്തോത്രം, ദൈവത്തിൻ്റെ സന്നിധി തന്നെത്താൻ കീഴടങ്ങി കൊടുക്കുക. കർത്താവ്, എൻ്റെ ബലം ക്ഷീണിച്ചില്ല, അല്ലെങ്കിൽ എൻ്റെ ബലം ക്ഷയിച്ചിരിക്കുന്നു, ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു കർത്താവ്, എനിക്ക് എന്ത് ചെയ്യണം? മുമ്പോട്ട് പോകണം. ഹല്ലേലൂയ. അങ്ങയുടെ ബലത്താൽ, അങ്ങയുടെ ഭുജബലത്താൽ എന്നെ നടത്തണം. നമുക്കറിയാം, സങ്കീർത്തനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പല ഇടങ്ങളിൽ കർത്താവിൻ്റെ ബലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ്റെ കൈയുടെ വീര്യപ്രവൃത്തികളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? സ്തോത്ര. ഹല്ലേലൂയ. സ്തോത്രം. അവൻ്റെ ബലത്തെക്കുറിച്ച്, അവൻ്റെ ഭുജബലത്തെക്കുറിച്ച്, അവൻ്റെ കൈകളുടെ സ്തോത്രം അതിമഹത്വത്തെക്കുറിച്ചൊക്കെയും നമ്മൾ തിരുവെഴുത്തുകളിൽ വായിക്കുന്നു. സ്തോത്രം. അതേ ദൈവമക്കളെ, അവൻ്റെ ബലമുള്ള കൈക്കീഴി എന്ത് ചെയ്യുക? നമ്മൾ താണിരുന്ന് കൊടുക്കുക. സ്തോത്ര. തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തുവാൻ അവൻ്റെ ബലമുള്ള കരത്തിൽ എന്ത് ചെയ്യുക? താണിരിക്കുക. അപ്പം നമ്മൾ ദൈവസന്നിധി സ്തോത്രം വഴി പോകുന്ന ഒരാളുടെ കയ്യിലല്ല നമ്മൾ താണിരിക്കുന്നത്. ആരെയാണ്? സർവശക്തനായ ദൈവത്തിൻ്റെ, നമ്മളെ ബലം നൽകുന്ന ഒരു ദൈവത്തെ, നമ്മുടെ ക്ഷീണ അവസ്ഥയെ മാറ്റാൻ കഴിയുന്ന കർത്താവിൻ്റെ കരങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് അവൻ നമ്മുടെ എന്ത് ചെയ്യും? ബലത്തെ വർദ്ധിപ്പിച്ചു തരുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. അതിന് 30 നമ്മളൊക്കെ വളരെ സുപരിചിതമായ ഒരു വചനമാണ്. എന്താണ്? ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരൊക്കെ എന്ത് ചെയ്യും? ഇടറി വീഴും. അതേ ദൈവമക്കളെ, നമ്മുടെ ചുറ്റുമുള്ള വളരെ സാമർഥ്യമുള്ളവരുണ്ടായിരിക്കുക. ഹല്ലേലൂയ.
വളരെ ബലമുള്ളവരുണ്ട്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. പല രീതിയിലും ശക്തിയും ബുദ്ധിയും ഉള്ളവരുണ്ടായിരിക്കാം. പക്ഷെ അവരുടെ നടുവിൽ ആമേൻ സ്തോത്രം നമ്മളെ ദൈവം എന്ത് ചെയ്യും? ജീവിപ്പിക്കും. നമുക്ക് ദൈവം എന്ത് ചെയ്യും? ബലത്തെ നൽകും. അവരൊരു പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ പകുതി സായാഹ്നങ്ങളിൽ എന്ത് ചെയ്യും? അവർ തളർന്നു പോകുന്നവരായിരിക്കാം, അവർ വീണു പോകും. ആമേൻ സ്തോത്രം. പക്ഷെ ഇവിടെ പറയുന്നത് യഹോവയെ കാത്തിരിക്കുന്നവൻ എന്ത് ചെയ്യത്തില്ല? ശക്തിയെ പുതുക്കും. ആമേൻ സ്തോത്രം. യഹോവയെ കാത്തിരിക്കുക, അതാണ് നമ്മുടെ ശക്തിയുടെ സീക്രറ്റ്. അതേ ദൈവമക്കളെ, തിരുവചനം നമ്മൾ ഇങ്ങനെ ഒരു വചനമുണ്ടല്ലോ, യഹോവയെങ്കിലെ സന്തോഷമാണ് എൻ്റെ ബലം. 18-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. യഹോവയെ നീ എൻ്റെ ബലമാണ്, അല്ലേ? അമ്മേ സ്തോത്രം. അതേ ദൈവമക്കളെ, ഒരു ദിവസം നമ്മൾ ആരംഭിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം ഇനി പ്രാർത്ഥിക്കാം, കർത്താവെ അങ്ങ് എൻ്റെ ബലമാകുന്നു. ഹല്ലേലൂയ. അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു. എനിക്ക് സ്വയം നടക്കേണ്ട കർത്താവേ, എനിക്ക് സ്വയം ഓടേണ്ട കർത്താവേ, അല്ലെങ്കിൽ ഞാൻ ഓടി തളർന്നവളാണപ്പാ, ഞാൻ ക്ഷീണിച്ചു മടുത്തവളാണപ്പാ, എങ്കിൽ അപ്പയുടെ ബലത്താൽ എന്നെ നിറയ്ക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അവൻ നിശ്ചയമായി നമ്മളെ എന്ത് ചെയ്യും? ബലത്താൽ നിറയ്ക്കും. ആമേൻ സ്തോത്ര. ഹല്ലേലൂയ. ആമേൻ സ്തോത്ര. അതേപോലെ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. കഴുകനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, അതിവേഗം അതി ഉയരങ്ങളിൽ പറക്കുവാൻ കഴിയുന്ന ഒരു സവിശേഷതയുള്ളവനാണ് ആര്? ഒരു കഴുകൻ എന്ന് പറയുന്നത്, അല്ലേ? ആ കഴുകനെ പോലെ നമ്മൾ എന്ത് ചെയ്യും? ചിറകടിച്ചു കയറുവാൻ, അത്രയ്ക്ക് ബലം തരുവാൻ ശക്തനാണ്. ആമേൻ സ്തോത്രം. പക്ഷെ പലപ്പോഴും ക്രിസ്തുവിൻ്റെ ബലം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? ആമേൻ സ്തോത്രം. അവൻ്റെ ബലമുള്ള കൈക്കീഴി നമ്മൾ താണു കൊടുക്കാഞ്ഞിട്ടാണ് ദൈവമക്കളെ. നമ്മൾ ഇപ്പോഴും നമ്മുടെ സ്വന്തം ബലത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ്, നമ്മുടെ സാമ്പത്തികത്തിൽ നമ്മൾ പൂർണ്ണമായി ആശ്രയിക്കുന്നത് കൊണ്ടാണ്, നമുക്കുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? കൂടുതൽ ആശ്രയിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളൊന്ന് ക്ഷീണിച്ചു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ ആ കഴുകൻ പോലെ അത്രയ്ക്ക് ചിറകടിച്ചു കയറുന്ന രീതിയിൽ നമുക്ക് ബലം അനുഭവിക്കാൻ കഴിയാത്തത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? യഹോവയെ കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതൽ എന്ത് ചെയ്യും? അവർ തളർന്നു പോകാതെ എന്ത് ചെയ്യും? നടക്കുകയല്ല, അവരെന്ത് ഓടുകയും ചെയ്യും. അതേപോലെ അവർ ക്ഷീണിച്ചു പോകാതെ എന്ത് ചെയ്യും? നടക്കുകയും ചെയ്യും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യും? ഓടുന്നവരാക്കി നമ്മളെ തീർക്കുക. ആമേൻ സ്തോത്രം. നമ്മൾ ക്ഷീണിച്ച് മടുത്ത് ആമേൻ സ്തോത്രം നടക്കുവാൻ പോലും കഴിയാതെ നമ്മൾ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളായി എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഓടുവാൻ ബലം തരുന്നൊരു ദൈവമുണ്ട്. ആമേൻ സ്തോത്രം. നിങ്ങൾക്ക് മുമ്പോട്ട് ഓടുവാൻ, നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായതിനെല്ലാം നടക്കുവാനും ഓടുവാനും ചെയ്തെടുക്കുവാനും ദൈവം എന്ത് ചെയ്യും? നമുക്ക് ബലത്തെ പകരും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നമ്മുടെ ചുറ്റും പലരും കാണും, നമ്മളെക്കാളും സാമർഥ്യമുള്ളവരല്ലേ, പല ബലമുള്ളവർ കാണാം. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മൾ അല്പസമയത്തേക്ക് നമ്മൾ ചിലപ്പോൾ ബലമില്ലാതെയും ഭാരത്താലൊക്കെ ഇരിക്കും. പക്ഷെ നമുക്ക് പുത്തൻ ചിറകുകളെ നൽകി അതിവേഗം ഓടുക, തൻ്റെ ബലത്തെ പകർന്നു തരുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്കറിയാം, ഏലിയാവ് എന്ത് ചെയ്തു? സ്തോത്രം. ഭാരപ്പെട്ട് തളർന്ന് ഇനി എനിക്ക് മരിച്ചാൽ മതി എന്നും പറഞ്ഞു സ്തോത്ര. ഹല്ലേലൂയ. അവിടെ തളർന്നു പോയ അവസ്ഥയിൽ ഏലിയാവിനെ നോക്കിക്കൊണ്ട് യഹോവ എന്താണ് പറഞ്ഞത്? നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ഇപ്പം ജീവിതത്തിൽ ചില തളർച്ചകൾ വരുമ്പോൾ, ചില ബലക്കുറവ് വരുമ്പോൾ എന്ത് ചെയ്ത് ദൈവത്തോട് പറയരുത്, ദൈവമേ മതിയപ്പാ മതി. സ്തോത്രം. മതിയെന്നല്ല, ദൈവം നമ്മളെ നോക്കി പറഞ്ഞു, നീ ഇനിയും നടക്കണം, നീ ഇനിയും ദൈവത്തിൻ്റെ വേല ചെയ്യണം, ഇനിയും നീ ദൂരയാത്ര ചെയ്യുവാനുണ്ട്. സ്തോത്രം. അതേ ദൈവമക്കളെ, സ്തോത്രം. ചില പ്രതിസന്ധികളിൽ നമ്മൾ എന്ത് ചെയ്യുക? ക്ഷീണിച്ചു മടുത്തുപോയി, അയ്യോ കർത്താവെ അങ്ങേ ആരാധിച്ചിട്ട് എനിക്കൊന്നുമില്ലല്ലോ, എന്നേക്കാൾ ബലമുള്ളവർ സകലതും എന്ത് ചെയ്യാണ്? സകലതും സ്തോത്രം. അവരൊക്കെ സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ സ്തോത്രം, എൻ്റെ ബലം നാൾക്ക് നാൾ ക്ഷയിച്ചു പോകുന്നെന്ന് നിനക്ക് തോന്നും. പക്ഷെ നീ ദൈവസന്നിധിയിൽ അവൻ്റെ കൈക്കീഴിൽ താണിരുന്ന് കൊടുത്താൽ അവരെക്കാളും ബലത്താൽ നിറയ്ക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന ഒരു കൊടുങ്കാറ്റിനെ കണ്ട് നീ എന്ത് ചെയ്യണ്ട? ഭയപ്പെടണ്ട, ഭാരപ്പെടണ്ട. സ്തോത്രം. ഒറ്റ രാത്രി വേണ്ട, കർത്താവിന് ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ച നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന സകല വിഷയത്തിൻ്റെ നടുവിൽ നിനക്ക് വിടുതൽ നൽകുക, സകല കൊടും കാറ്റിനെ അടക്കുക ദൈവത്തിന് എന്ത് ചെയ്യുക? അല്പസമയം പോലും വേണ്ട ദൈവമക്കൾ, ഒരൊറ്റ വാക്ക് മാത്രം മതി. ഹല്ലേലൂയ. സ്തോത്രം. ഒറ്റ വാക്കിൻ പ്രകാരം നിന്റെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്യും? അത്ഭുതങ്ങളെ ചെയ്യും. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ തളർന്നിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും
അവൻ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലോ, മനസ്സും ശരീരവും എല്ലാം ക്ഷീണിച്ച് രോഗ അവസ്ഥയിലായിരുന്നാൽ കർത്താവ് നിന്നോട് ചോദിക്കുന്ന എന്താണ്? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. നിനക്കൊരു മനസ്സ് മാത്രം മതി. നിന്റെ ദൈവം നിനക്ക് ഉള്ളിൽ എന്ത് ചെയ്യും? ബലത്തെ പകർന്നു തരും, നിനക്ക് ശക്തിയെ പകർന്നു തരും. ആമേൻ, സ്തോത്രം. അത് സർവശക്തനായ യേശുവിൻ്റെ ആ ക്രൂശിൻ്റെ ശക്തിയാണ് നമുക്ക്. ഹല്ലേലൂയ. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന പോലെ എന്താണ്? 1 കൊരിന്ത്യർ 1:18 എന്താണ് പറയുന്നത്? ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് എന്താണ്? ഭോക്ഷത്വമാണ്. എങ്കിൽ രക്ഷിക്കപ്പെടുന്ന നമുക്ക് എന്താണ്? അവ ദൈവശക്തിയാണ്. അതേ ദൈവമക്കളെ, നമുക്ക് ദൈവത്തിൻ്റെ വചനം ദൈവം അയച്ച് നമ്മളെ ശക്തിപ്പെടുത്തും. ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ വചനം അയച്ച് നമ്മളെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ എന്ത് ചെയ്യുക? ആശ്രയിക്കുക. ദൈവവചനത്തിൽ എന്ത് ചെയ്യുക? ശക്തി പ്രാപിക്കുക. ഹല്ലേലൂയ. ഒരു ചെറുതായിട്ട് തളരുമ്പോൾ അവിടെ പിറുപിറുപ്പ് വരാതെ വണ്ണം മുമ്പോട്ട് ദൈവത്തിൻ്റെ വലം കൈ മുറുകെ പിടിക്കുക. ആമേൻ, സ്തോത്ര. നീ പിടിച്ച പല ആമേൻ, സ്തോത്ര കൈകളും നിന്നെ വിട്ട്, നീ മുറുകെ പിടിച്ച പല കൈകളും ഒരുപക്ഷെ നിന്നെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അതൊക്കെയും ഈ ലോകത്തിൽ ഒരു പരിധി വരെയേ ഉള്ളൂ ദൈവമക്കളെ. പക്ഷെ നമ്മുടെ വലം കൈ പിടിച്ച ദൈവമുണ്ടല്ലോ, അവൻ നിന്നെ ജീവപര്യന്തം വഴി നടത്തും. ആമേൻ, സ്തോത്ര. അവൻ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്നെ വിശപ്പടക്കും. ഹല്ലേലൂയ. അപ്പോൾ വരണ്ട ഒരു നിലം നമ്മുടെ ജീവിതത്തിൽ വരും, അല്ല ദൈവമക്കളെ? വരണ്ട ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാം. ഹല്ലേലൂയ. അവിടെ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ആവശ്യമായത് ആമേൻ, സ്തോത്ര നമുക്ക് അയച്ച് ആമേൻ, സ്തോത്ര ബലത്തെ നൽകി, ശക്തിയെ നൽകി, പുത്തൻ ജീവൻ നൽകി നമ്മളെ എന്ത് ചെയ്യും? ജീവിപ്പിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്ര. ആകയാൽ ഈ വചനത്താൽ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.